Hello, this is part 13 of Making Lived Experiences Matter. ഇന്നത്തെയും ഒരു കമൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ തവണത്തെ വി വർ ടോക്കിംഗ് അബൌട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, വെദർ യു ആർ എ മാൻ ഓർ എ വുമൺ ഓർ ആരെങ്കിലും ഒരു ആങ്സൈറ്റിയോ സാഡ്നെസ്സോ ആങ്കറോ അനുഭവപ്പെടുവാണെങ്കിൽ ഹൗ കെൻ വി ബി സപ്പോർട്ട് സിസ്റ്റംസ് ആണ്. That was a question also. Ittavana, thank you very much Joshua for asking the question in the comment section. That ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് ഞാൻ ഈ പറയണതുമായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്, റിലേറ്റ് ചെയ്യുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നത് ഇസ് വൺ ഓഫ് ദി ഓൺലി വേസ് ഇൻ വിച്ച് വി ക്യാൻ ലേൺ അല്ലേ. സോ കീപ് ദ കോൺവെർസേഷൻ അലൈവ്. സോ ജോഷുവ ചോദിച്ച ക്വസ്റ്റ്യൻ വാസ്, ക്യാൻ ഐ ടോക്ക് അബൌട്ട് amygdala-based anxiety and exposure therapy. അപ്പോൾ നമ്മൾ ഈ വാക്കുകളൊക്കെ നല്ല കട്ടിയുള്ള വാക്കുകളല്ലേ, വി ഗെറ്റ് വെരി എക്സൈറ്റഡ് വിത്ത് ദീസ് ടെർമിനോളജീസ്. സോ ഐ യൂസ് ടു ഡു ദാറ്റ്. പിന്നെയാണ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ വി യൂസ് ടു ഫീൽ വെരി ഇമ്പോർട്ടൻറ്റ്, വി ആർ ലേണിങ് സംതിങ് റിയലി സീരിയസ്, ബിക്കോസ് ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്തൊക്കെയാണ് വാക്കുകളെന്ന്. സോ വെൻ വി ഡോണ്ട് നോ സംതിങ് വി നീഡ് ടു ഗെറ്റ് ടു നോ ഇതെന്താ ആക്ച്വലി, ഇതൊക്കെ ഈ വാക്കുകളുടെ അർത്ഥം എന്താ. ഇറ്റ് ഷുഡ് മേക്ക് സെൻസ് ടു അസ് ഇല്ലേ. ഒരു തെറപ്പിയുടെ ഒരു പേരാണെന്നെങ്കിലും CBT ഓർ DBT ഓർ ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കും ദിസ് ആങ്സൈറ്റി, മറ്റേ ആങ്സൈറ്റി, ഫോബിയ. സോ ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് പേരുകൾ ഓർ ലേബിൾസ് ഓർ ടെർമിനോളജീസ്. ആരിട്ടത്? നമ്മൾ തന്നെ ഇട്ടത് ബൈ ക്ലസ്റ്ററിങ്. കുറേ കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിൽ പുറമേ നമുക്ക് ഒബ്സേർവ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു ലേബിൾ കൊടുത്തു. സോ ഇങ്ങനെ ഒരു തെറപ്പിയുടെ പേര് കിട്ടുവാണെങ്കിലോ, ഇങ്ങനെ ഒരു ആങ്സൈറ്റിക്കോ പേഴ്സണാലിറ്റിക്കോ ഒരു പേര് കിട്ടുവാണെങ്കിലോ, അത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലോ ഉണ്ട്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അതിനെ തട്ടിത്തെറിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദ യൂസ് ഓഫ് ദീസ് ടെർമിനോളജീസ് നമുക്ക് നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെക്കുറിച്ചോ കൂടുതൽ മനസ്സിലാക്കാനും പറ്റണം, സപ്പോർട്ട് ചെയ്യാനും പറ്റണം ഇല്ലേ. സോ ഈ ടെർമിനോളജീസ് ഓർ ഡയഗ്നോസിസിൻ്റെ പ്രസക്തി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഈ ഡയഗ്നോസിസ് കൊണ്ടോ ഈ ലേബിൾസ് കൊണ്ടോ അയ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവുകയാണോ, അയ്യോ ഇതിങ്ങനെ തന്നെയാണ്, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ദിസ് ഈസ് യുവർ പ്രോബ്ലം. നമ്മൾ ഒരാളെ വിലനൈസ് ചെയ്യാനാണെങ്കിലോ, ലൈക്ക് ഐ സെഡ്, ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി, അബ്യൂസീവ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പം തീർന്നു. അവിടെ പിന്നെ അയാൾക്കൊരു സ്കോപ്പേ ഇല്ല. ദാറ്റ് ഈസ് ഇറ്റ്, യുനോ. നമ്മൾ ആ ഡയഗ്നോസിസ് കൊണ്ട് നോബഡി വാണ്ട്സ് ടു ഹാവ് ദ ഡയഗ്നോസിസ് ഇല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ടെർമിനോളജീസിനെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് വ്യൂ ഇറ്റ് ദാറ്റ് വേ. എനി ഡയഗ്നോസിസ് ഇഫ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ആ പേഴ്സൺ ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഈ ടെർമിനോളജീസ് കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ദൂഷ്യമല്ലാണ്ട് ഒരു ഗുണം നമ്മൾ ചെയ്യുന്നില്ല. സോ ഇത് ഞാൻ തുടക്കത്തിലെ സ്ഥാപിച്ചെടുക്കണമെന്ന് വെച്ചാൽ, നേരത്തെ വീഡിയോസിലും പറഞ്ഞതെന്ന് വെച്ചാൽ, ഐ ഡോണ്ട് യൂസ് എനി ഓഫ് ദീസ് ടെർമിനോളജീസ്. അപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ കുറച്ച് ഡീപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പം ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് ഓഫ് കോഴ്സ് ഫ്രം ദ ബുക്സ് ആൻഡ് മൈ ഓൺ റീസേർച്ചിൽ കൂടെയും ട്രൈങ് ടു കണക്ട്, ഓക്കെ ഹൗ ഡസ് ദിസ് കണക്ട് ആൻഡ് ഓൾസോ ഹൗ ഡസ് ഇറ്റ് കണക്ട് ടു വൺ സെൽഫ് ഇല്ലേ. നമുക്കൊക്കെ ബാധകമാണ് ഈ അമിഗ്ഡല എന്ന് പറയുന്ന സാധനം, നമ്മൾക്കൊക്കെ ഉള്ളതാണ്. ആങ്സൈറ്റി നമുക്കൊക്കെ ഉള്ളതാണ്. എക്സ്പോസിങ് ടു തിങ്സ്, നമ്മൾ പല കാര്യങ്ങൾക്ക് എക്സ്പോസ് ആവും. സോ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു വാക്കായിട്ട് ഇട്ട് കഴിയുമ്പം അതൊരു വാട്ട് വി സേ ആസ് എവിഡൻസ്ഡ് ബേസ്ഡ് ഓർ ഇത് ഫാക്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിൽ ഇറ്റ്സ് ലൈക്ക് ദിസ് ഇസ് ഇത് അവിടെ സ്ഥിരീകരിച്ചു, വി കാൺ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിഗ് ഡീപ്പർ ഓർ ദിസ് ഫീൽസ് റിയലി ബിഗ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റണം വിത്ത് എനി ഡയഗ്നോസിസ്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽ കിട്ടുമ്പം. ഓക്കെ, സോ വൈ ഐ എക്സ്പ്ലെയിൻഡ് സോ മച്ച് അബൌട്ട് ദിസ് ഇസ് അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു സിംപ്ലിഫൈ ഇറ്റ്. അതായത് നമുക്കൊരു വാക്ക് കിട്ടിയാൽ നമുക്കൊരു 6 വയസ്സായ കുഞ്ഞിൻ്റെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ലെന്ന അർത്ഥം. ഓക്കെ, സോ ജോഷുവ, താങ്ക് യു വെരി മച്ച് ഫോർ ബ്രിങ്ങിങ് ദിസ് അപ്പ്. ബിക്കോസ് ഞാൻ ഓർത്തിരിക്കുമായിരുന്നു എപ്പോഴാണ് എന്ത് മെത്തഡോളജീസിനെ കുറിച്ചും ഇങ്ങനത്തെ ഇതൊക്കെ ചോദിക്കുന്നതെന്നുള്ള സംബടി, ആൻഡ് വാട്ട് മെത്തഡോളജി യു ഫോളോ,
സോ ഗുഡ് എന്നാണ് ഇപ്പോൾ എനിക്കത് പറയാൻ ഒരവസരം ഉണ്ടാക്കി തന്നതിൽ താങ്ക് യു. സോ നൗ വി വിൽ ടേക്ക് അബൌട്ട് amygdala-based anxiety. സോ അതിൽ 2 വാക്കുണ്ട്. Amygdala is nothing but one of the, ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്, ഇറ്റ്സ് വൺ ഓഫ് ദ പാർട്സ് ഇൻ ഓൾ അവർ ബ്രെയിൻസ്. അതായത് നമ്മളിപ്പോൾ ബ്രെയിനിനെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു 3 പാർട്സായിട്ട് ഫങ്ഷണലി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ ആനിമൽസിൽ നിന്ന് ഇവോൾവ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ആനിമൽ ബ്രെയിൻ, ആ എവല്യൂഷൻ നടക്കുന്ന ആ റെപ്റ്റൈൽ ബ്രെയിൻസ്, പിന്നെ മാമൽസ്, പിന്നെ ഹ്യൂമൻസ് ആണല്ലോ. സോ ഈ റെപ്റ്റൈൽ ബ്രെയിൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ബ്രെയിൻ അല്ലെങ്കിൽ സർവൈവൽ ബ്രെയിൻ എന്നുള്ളതാണ് ഫസ്റ്റ് ബ്രെയിൻ സ്റ്റെം തുടക്കത്തിൽ വരുന്നത്. ഓക്കെ, സോ ആ ബ്രെയിനിൻ്റെ ഫങ്ഷൻ, അതിൽ കുറേ സ്ട്രക്ചേഴ്സും ഉണ്ട്, അതിന് കുറേ ഫങ്ഷൻസും ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചേഴ്സിൽ ബ്രെയിൻ സ്റ്റെമ്മും വേറെ വലുതൊക്കെ ആണെങ്കിലും ഫങ്ഷൻ എന്താ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എല്ലാത്തിനും നമ്മളുടെ സർവൈവൽ, അതായത് നമുക്കൊരു ആപത്ത് വരാതെ നോക്കണം. ആപത്ത് അത് ആ ഒരു ബ്രെയിനിൽ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ വി ഹാവ് ടു പ്രൊട്ടക്റ്റ്, നമ്മളെ അങ്ങ് പെട്ടെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അതായത് റിഫ്ലെക്സസ് ഒക്കെ അങ്ങനെ, നമ്മളിപ്പോൾ ഞാനിവിടെ ഇരുന്ന് ആടി അറിയാതെ ബാലൻസ് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് യു വിൽ ഓട്ടോമാറ്റിക്കലി, ഇതൊന്നും ആരെയും നമ്മൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ഫ്രം അവർ സെൻസ് ഓർഗൻസ്. അപ്പോൾ അതിനെ സെൻസറി ബ്രെയിൻ എന്നും പറയാം. കുഞ്ഞു കുട്ടികൾ ഇത് ഫുള്ള് ഡെവലപ്പായിട്ട് ജനിച്ചു വരണം. ബിക്കോസ് നമ്മളുടെ ബ്രെയിനിലേക്ക് എന്ത് കയറി ചെല്ലണമെങ്കിലും ഈ സെൻസ് ഓർഗൻസ് വഴിയേ കയറി ചെല്ലാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിമിറ്റീവ് പാർട്ട്. നൗ ഈ അമിഗ്ഡല എന്ന് പറയുന്നത് ഇൻ ദ സെക്കൻഡ് ലെവൽ വിച്ച് ഇസ് ദ മാമൽ ബ്രെയിനിൽ വരുമ്പം ലിംബിക് സിസ്റ്റം എന്ന് പറയും. അവിടുത്തെ പല സ്ട്രക്ചേഴ്സും ഉണ്ട്, ഫങ്ഷൻസും ഉണ്ട്. വൺ ഓഫ് ദ തിങ്സ് ഇസ് അമിഗ്ഡല വിച്ച് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ഇത് നടുക്കത്തെ മിഡിൽ ആയത് കാരണം താഴേക്കും ഈ താഴത്തെ മിഡിലായിട്ടും കണക്ട് ചെയ്യും, മുകളിലത്തേതായിട്ടും കണക്ട് ചെയ്യും, വിച്ച് ഇസ് ദ ഹ്യൂമൻ ബ്രെയിൻ വിച്ച് ഇസ് പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, തിങ്കിങ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കിൽസ് എന്നൊക്കെ പറയുന്ന ബ്രെയിനിന് ഹ്യൂമൻ ബ്രെയിനുമായിട്ട് ഇതിൻ്റെ ഒരു റോളുണ്ട്. പക്ഷേ ഈ അമിഗ്ഡലയുടെ ക്ലിയർ ആയിട്ടുള്ള ഫങ്ഷൻ എന്താ, വികാരങ്ങൾ, ഇമോഷൻസ്, അതായത് നമ്മുടെ മെമ്മറിയും നമ്മുടെ പണ്ടത്തെ അനുഭവങ്ങളും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും എല്ലാം ഇത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതുമായിട്ട് സിമിലറായിട്ടുള്ളത് എന്തെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായാൽ ഇത് അവിടെ ഒരു വികാരം ഉണ്ടാക്കാം. അത് റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കും, അത് ഭും എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരാനും ഇറ്റ് വിൽ ഹെൽപ്പ്. നൗ ഇവിടെയും അതെ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യുവാണ്. ബിക്കോസ് ദിസ് പാർട്ട് ഇസ് ട്രൈങ് predominantly responsible for emotional regulation, self-regulation, because പക്ഷേ ഈ സെൽഫ് റെഗുലേഷനും അതിൻ്റെ ഒരു വലിയൊരു ഫങ്ഷൻ ആയത് കാരണം റെഗുലേറ്റഡ് ആണെങ്കിലല്ലേ നമുക്ക് മൂന്നാമത്തെ ഹ്യൂമൻ ബ്രെയിനിൽ പോയിട്ട് തിങ്ക് ചെയ്ത് ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ കുറച്ചെങ്കിലും റെഗുലേറ്റഡ് ആയിരിക്കണം. റെഗുലേറ്റഡ് മീൻസ് വികാരങ്ങൾ വരാം, അതായത് നമുക്ക് ദേഷ്യം വരാം, സങ്കടം വരാം, ആങ്സൈറ്റി വരാം, ഹ്യൂമിലിയേഷൻ, ജെലസി, റിഗ്രറ്റ്, ഗിൽറ്റ്, ഇതെല്ലാ വികാരങ്ങളും നോർമലാണ്. ഇതെല്ലാം നമുക്ക് വരണം. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്സ് ഇല്ലേ, നമ്മളുടെ മാമൽ ഇതിൽ ആ ഭാഗം നമുക്കുണ്ട്. സോ വരും. പക്ഷേ ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എന്ത് ശക്തിയിൽ എക്സ്പ്രസ് ചെയ്യണം. ഡിസ്റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ അമിഗ്ഡല പാർട്ട് ഇതിനെ ഒരു ത്രെട്ടായിട്ട് പെർസീവ് ചെയ്തു. അതായത് അയ്യോ ആരോ എന്നെ ഈ ഒരു അതൊരു ചിന്തയാവാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കേട്ടതാവാം, കണ്ടതാവാം. റിമെമ്പർ, സെൻസ് ഓർഗൻസിൽ കൂടെ കേട്ടതോ കണ്ടതോ നമ്മളെ തൊട്ടതോ നമുക്ക് അനുഭവപ്പെട്ടതോ എനി ഓഫ് ദിസ് അതിനെ ത്രെട്ടായിട്ട് പെർസീവ് ചെയ്യും. അതായത് ഒരു വികാരത്തെക്കാട്ടിലും കൂടുതൽ ആരോ നമ്മളെ അറ്റാക്ക് എന്നുള്ള ഇതിലേക്ക് അതിൽ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് ആ ആൻസൈറ്റി വരുന്നു. അയ്യോ ഐ ഡോണ്ട് നോ ദിസ് ഇസ് ആൻ അറ്റാക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ദർ ഈസ് എ ബിഗ് ചാൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെട്ട് പോവും. റിമെമ്പർ, പ്രീവിയസ് വീഡിയോയിൽ വി സ്പോക്ക് അബൌട്ട് ദ 6 കോപ്പിംഗ് മെക്കാനിസംസ്, അതിലേക്ക് നമ്മൾ പോവും. സോ ഈ ആങ്സൈറ്റി എന്നുള്ളത് അമിഗ്ഡല, ദാറ്റ് ഈസ് ലിംബിക് സിസ്റ്റം, ഇമോഷണൽ ബ്രെയിനിൽ നിന്ന് വന്നാലും
സർവൈവൽ ബ്രെയിനിൽ നിന്ന് വന്നാലും അല്ലെങ്കിൽ റീസണിങ് ബ്രെയിൻ. സോ ഫസ്റ്റ് ബ്രെയിൻ ഇസ് റെഗുലേറ്ററി ബ്രെയിൻ വിച്ച് ഇസ് പ്രിഡോമിനൻ്റ്ലി സെൻസറി സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരു ഓവർലോഡ് വന്നു. അയ്യോ കുറേ ശബ്ദം വന്നു, കൂടുതൽ കാഴ്ചകൾ വന്നു, അതെല്ലാം കൂടെ എനിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് ആങ്സൈറ്റി വരാം. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ. എനിക്ക് അപ്പം ദേഷ്യം വരും. അപ്പം ഞാൻ അത് ഈ താഴത്തെ ബ്രെയിനിൽ നിന്നും ഈ ആങ്സൈറ്റി വരാം. രണ്ടാമത്തെ ബ്രെയിനിൽ നിന്ന് അമിഗ്ഡല ഇരിക്കുന്ന അവിടത്താണെന്ന് ആങ്സൈറ്റി എന്നുണ്ടെങ്കിൽ അയ്യോ ടൂ മച്ച് വികാരങ്ങൾ, പഴയ കാര്യങ്ങളും, അതായത് പാസ്റ്റ്, റിമെമ്പർ ഇത് മെമ്മറീസിൻ്റെ ഒരു കൺട്രോളും ഈ സ്ട്രക്ചറിനുണ്ട്. അപ്പം പണ്ടത്തെ അനുഭവങ്ങളും ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഇത് പണ്ടത്തെ പല 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 അനുഭവങ്ങളും ഇപ്പോഴത്തെ അനുഭവങ്ങളും പഴയതും പ്രസൻറ്റിൽ നിന്ന് നിൽക്കാതെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അതൊരു വലുതായിട്ട് വരുമ്പോഴും അതൊരു ത്രെഡായിട്ട് അവിടെ നിന്നും ആങ്സൈറ്റി വരാം. ദാറ്റ് ഈസ് ഫ്രം ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇവിടെയും ആങ്സൈറ്റി വരാം. എന്നിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു ബിക്കോസ് ഇറ്റ്സ് ലുക്കിംഗ് ടു ബിഗ്, ഐ കാൺ ടേക്ക് ദിസ് എനിമോർ ആൻഡ് ഐ വോണ്ട് ടേക്ക് ഇറ്റ് എനിമോർ എന്ന് പറഞ്ഞാൽ ഭൂം, അത് ആരുടെയെങ്കിലും മിക്കട്ടേക്ക് എറിയാൻ പറ്റും. അല്ലെങ്കിൽ അവനോൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ അടക്കി പിടിക്കും. എന്നിട്ട് വേറെ എവിടേക്കെങ്കിലും ഒക്കെ ഇത് ചാർജ് പോകും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇറ്റ് ക്യാൻ ഗോ ടു ഐ ഡോണ്ട് വോണ്ട് ടു എക്സിസ്റ്റ് ആൻഡ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്കിതിൽ നിന്ന് എസ്കേപ്പ് ഞാൻ തന്നെ അങ്ങ് ഇല്ലാതായേക്കാം, മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനത്തെ തോട്ട്സുകളും വരാം. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ടു മച്ച്. വൈ? ബിക്കോസ് ദിസ് ബ്രെയിൻ കണക്ട്സ് ടു മച്ച്. ഈ പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ എൻറ്റാങ്കിൾഡ് ആയി പോകാനുള്ള ചാൻസും ഈ ഒരു ഭാഗത്തു നിന്നുണ്ട്. ആൻഡ് ദ തേർഡ് ബ്രെയിൻ, അവിടെ നിന്നും ആങ്സൈറ്റി വരാം. അതായത് പല അത് ചോയ്സസ് ആണ്. നമുക്ക് ചൂസ് ചെയ്യണം, ചിന്തിച്ച് ആലോചിച്ച് ഓക്കെ ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോ, അതോ മിണ്ടാതിരിക്കണോ. ദാറ്റ് ഈസ് യുവർ ചോയ്സസ്. യു ഹാവ് ടു റീസൺ ആൻഡ് തിങ്ക് ആൻഡ് വാട്ട് ക്യാൻ ഐ സേ ഹിയർ. അവിടെ നിന്നും ആങ്സൈറ്റി വരാൻ, ദൈവമേ ഇത് മിണ്ടാതിരിക്കണോ പറയണോ, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ലെവലിലാവാം. അവിടെ നിന്നും ആങ്സൈറ്റി വരാം. രണ്ട് ചോയ്സസ് ഉണ്ട് നമുക്ക്, ഇത് ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ. രണ്ടും പൊട്ടയായിരിക്കും, പക്ഷേ ഏതെങ്കിലും ചൂസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ രണ്ടും നല്ലതായിരിക്കാം, എവിടെന്നെങ്കിലും ചൂസ് ചെയ്തേ പറ്റൂ. സോ വൈ ഐ എം ടോക്കിംഗ് അബൌട്ട് 3 parts ഓഫ് ദ ബ്രെയിൻ ഹിയർ ഇസ് ബിക്കോസ് ഇവിടെ ഇപ്പോൾ കമൻറ്റിൽ ജോഷുവ ചോദിച്ചത് വൺ പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ നിന്നും വരുന്നതാണ്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ ഒരു അത്രയ്ക്കും സിമ്പിൾ അല്ലല്ലോ. ഇവിടെ നിന്ന് മാത്രം ഇങ്ങനെ ആങ്സൈറ്റി, ഇതെല്ലാം കണക്റ്റഡ് അല്ലേ, നമ്മളുടെ എല്ലാം കണക്റ്റഡ് ആണ്. നമ്മുടെ ലൈക്ക് എവറി സിസ്റ്റം ഇൻ അവർ ബോഡി, എവറി സ്ട്രക്ചർ ഇൻ അവർ ബോഡി ഈസ് കണക്റ്റഡ് വിത്ത് ദി അതേഴ്സ് ത്രൂ എ സില്യൺ മസിൽസ്, നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് മാത്രം വരുന്ന ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അതിനെ അതിനെ ചുരുക്കി കാണരുത്. ബിക്കോസ് ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദി എൻറ്റയർ പേഴ്സൺ. നമുക്കറിയേണ്ടത് എന്താണ്, ഇത് മെമ്മറീസിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസുമായിട്ട് എൻറ്റാങ്കിൾഡ് ആവുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് അതിപ്പോൾ അമിഗ്ഡല ആണെന്നൊന്നും അറിഞ്ഞുകൂടാ, അമിഗ്ഡല എന്നുള്ള വാക്ക് അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അറിയാം. ഒരു ജാമ്പവാൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഇട്ടുകൊണ്ട് വരും. I used to do that. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വാസ് അമിഗ്ഡല ആങ്സൈറ്റി എന്നൊന്നും ആരും എന്നെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഐ വാസ് അവെയർ ദാറ്റ് ഞാൻ ഇപ്പോൾ നടക്കുന്നതിനെ ഞാൻ പഴയത് വെച്ച് ലൂപ്പ് ചെയ്ത് അത് കെട്ടി. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ പ്രസൻറ്റിലുള്ള റിയാക്ഷൻ ഓവറായി പോകുന്നു. ബിക്കോസ് അത് ഇപ്പോഴത്തെ നടന്ന സംഭവം തെറ്റ് തന്നെ ആയിരിക്കാം, പക്ഷെ ആ തെറ്റിനുള്ള റിയാക്ഷനെക്കാട്ടിലും 10 ഇരട്ടി തെറ്റായിട്ടുള്ള റിയാക്ഷൻ വന്നു കഴിയുമ്പോൾ ഐ നോ ദാറ്റ് ഊപ്സ് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് വി ഹാവ് ടു റിപ്പയർ. സോ ഫസ്റ്റ് ഇസ് വി നീഡ് ടു ബി അവെയർ. അവിടെയാണ് ആ കമൻറ്റിലുള്ള അടുത്ത വാക്ക് ഞാൻ എടുക്കുന്നത്. നൗ വി ഹാവ് ടു നൗ ദറ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ല. ഇപ്പം ശരി എനിക്ക് അവെയർനെസ് വന്നു, പക്ഷേ അവെയർനെസ് ഇല്ലാതിരിക്കുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കപ്പോൾ എന്ത് ചെയ്യണം, പതുക്കെ അവെയർനെസ് ഓർ ഫോർ മീ എക്സ്പോഷർ തെറപ്പി എന്ന് പറയും. ഈ തെറപ്പി എന്നുള്ള വാക്ക് തന്നെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ബിക്കോസ് താങ്ക്സ് ടു അഗൈൻ മൈ പാസ്റ്റ് എക്സ്പീരിയൻസസ് വിത്ത് ദ വേർഡ്. ബിക്കോസ് ദാറ്റ് ഡിക്ഷണറി വേർഡ് ഓഫ് തെറപ്പി മീൻസ് അതിൽ കാണിക്കുന്ന ഫിക്സിങ് ദ പേഴ്സൺ, അല്ലെങ്കിൽ എന്തോ തെറ്റ് നടക്കുന്നു, ദർ ഇസ് എ പ്രോബ്ലം, വി ഹാവ് ടു ഫിക്സ് ഇറ്റ്, വിച്ച് ഇസ് സംതിങ് വിച്ച് ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു. ബിക്കോസ് വി ആർ നോട്ട് ഹിയർ ട്രൈങ് ടു ഫിക്സ് പീപ്പിൾ. ഇല്ലേ, നമ്മളിവിടെ ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ്. അവരൊരു പ്രോബ്ലമോ അവരൊരു തെറ്റോ അല്ല. ദർ ഇസ് നോ പേഴ്സൺ, സീരിയസ്ലി നോ പേഴ്സൺ who is bad
റോങ്, അങ്ങനെയല്ല, കുറേ സർക്കംസ്റ്റാൻസസ് അവിടെ നടന്നു അവരുടെ ജീവിതത്തിൽ. ശരിയായിരിക്കാം, അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ പറയുന്ന വാക്കുകളും അവരുടെ പ്രവൃത്തികളും കംപ്ലീറ്റ്ലി നോട്ട് ഓക്കെ ആയിരിക്കാം. വി ക്യാൻ കംപ്ലീറ്റ്ലി ബി ദിസ് ഇസ് ജസ്റ്റ് നോട്ട് ഡൺ എന്നാവാം, നമുക്ക് ദേഷ്യം വരിപ്പിക്കുന്ന കാര്യമായിരിക്കാം, ഐ എഗ്രി. പക്ഷേ അത് ദാറ്റ് ഹോൾ പേഴ്സണിനെ നമ്മൾ കൈവിട്ട് കളയുമ്പം then what was the purpose of this diagnosis? ആൾക്കാരെ കൈവിട്ട് കളയാനാണോ നമ്മൾ ഈ ലേബിൾസ് കൊടുത്തത്? സോ കമ്മിങ് ബാക്ക് ടു ദ ലേബലിംഗ്, ഈ എക്സ്പോഷർ എന്ന് പറയുമ്പം പതുക്കെ എക്സ്പോസ് ചെയ്യുക. ലൈക്ക് ഈ തെറപ്പിയിൽ യൂഷ്വലി ആ ടെർമിനോളജി യൂസ് ചെയ്യുന്ന യൂഷ്വലി ഫോബിയാസ്, അതായത് ഒരു പെർട്ടിക്കുലർ സാധനത്തെയോ ഒരു സ്ഥലത്തെയോ ഒരു വെരി വെരി സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഐ ക്യാൻ ഗിവ് എൻ എക്സാമ്പിൾ ഹിയർ. എനിക്കൊരു കുറേ പൂച്ചക്കുട്ടികളുണ്ട്. വൺ ഓഫ് ദ പൂച്ചക്കുട്ടീസ് ഇപ്പം ഹീ ഹാഡ്, ഞങ്ങൾ ന്യൂട്രഡ് ചെയ്തു. സോ സർജറി കഴിഞ്ഞ് ഇന്നലെയാണ് വന്നിരിക്കുന്നത്. സോ കോണൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ആങ്സൈറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ, ഞാൻ വൈ ആം ഐ ടോക്കിംഗ് അബൌട്ട് പൂച്ചാസ് ആൻഡ് വെൻ യു ആർ ആസ്കിങ് അബൌട്ട് ഹ്യൂമൻസ് ഇസ് ഫോർ മീ ആങ്സൈറ്റി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ദ സെയിം വേ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇത് മനസ്സിലാക്കണം. സോ ഐ എം ഗിവിങ് എൻ എക്സാമ്പിൾ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ആങ്സൈറ്റി ആൻഡ് എക്സ്പോഷർ ആൻഡ് ഡീസെൻസിറ്റൈസിങ് ആൻഡ് ഹൗ ഡു വി വർക്ക് ഓൺ ദിസ്, ഇല്ലേ? അതാണല്ലോ നമുക്ക് ഫൈനലി എത്തേണ്ടത്. സോ ആഫ്റ്റർ ദ സർജറി ഒബ്വിയസ്ലി ഫിസിക്കൽ പെയിൻ ഉണ്ട്, ഇമോഷണൽ പെയിൻ ഉണ്ട്, ഒരു എന്താ പറയുക, ത്രെട്ടും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. യുനോ അമിഗ്ഡല എന്ന ത്രെട്ടുണ്ട്. ബിക്കോസ് അയ്യോ എന്തിനാ എൻ്റെ കഴുത്തിൽ കോണിട്ടിരിക്കുന്നത്, ഐ ഡോണ്ട് വാണ്ട് ദിസ്. അപ്പോൾ അതിങ്ങനെ തട്ടിക്കളഞ്ഞ ദേഷ്യം അവിടെ കാണിക്കുന്നത്. പക്ഷെ ഈ ദേഷ്യം കാണിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് ഇത്തിരി പേടിയാവും, ദൈവമേ നമ്മളെ കടിക്കുമോ മാന്തോ, ബിക്കോസ് വി ഡോണ്ട് നോ. നമ്മുടെ ആങ്സൈറ്റി ആയിട്ട് മാറും, നമ്മൾ അടുത്തേക്ക് പോകണോ മാറ്റണോ. പക്ഷേ how to support, നമുക്ക് അറിയാം. ഫസ്റ്റ് അവെയർനെസ് ഇസ് ഐ വാസ് ഓൾറെഡി എക്സ്പോസ്ഡ് ടു ദിസ് ഹാപ്പനിങ് ഇൻ ദി അതർ പേഴ്സൺ. എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അവിടെ കണക്ട് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു ശക്തി എനിക്കുണ്ടെങ്കിലേ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെ പിടിച്ചൊരു തെറപ്പിക്ക് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഫിക്സ് ചെയ്തിട്ട് തിരിച്ചു വരും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ ഇഫ് വി ഹാവ് സംബഡി ഹൂ വി ലവ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ എം ടോക്കിംഗ് ദി എക്സാമ്പിൾ ഓഫ് മൈ cat, I need to be the support system, okay? So regardless of where the anxiety is coming from, which part of the anxiety, I have to connect. എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വേദന എടുക്കും, കോണിട്ടേ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇൻ അവർ കോണ്ടെക്സ്റ്റ്, ഹ്യൂമൻ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരുപാടുണ്ട്, നമുക്കത് മുഴുവൻ ഇറേസ് ചെയ്യുന്നത് ഇസ് നോട്ട് എൻ ഓപ്ഷൻ, ഉണ്ട്. സോ ഹൗ ഡു വി കണക്ട് വിത്ത് ദ പേഴ്സൺ ഹൂസ് എക്സ്പീരിയൻസിങ് ഇത്രയും ത്രെട്ട് ആയിട്ടിരിക്കുന്ന ഒരാളെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പം ഒരു ഉപദേശം, അതായത് ഈ അമിഗ്ഡല എന്ന് പറഞ്ഞാൽ മിഡിലാണ്, ലിംബിക് സിസ്റ്റം, ഇമോഷൻ, കണക്ഷൻ, റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്ന സ്ഥലത്താണ്, അവിടെ ആണ് ഇഷ്യൂസ് വന്നിരിക്കുന്നത്. മേ ബി പ്രീവിയസ് റിലേഷൻഷിപ്സ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് പീപ്പിൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം, അബ്യൂസീവ് ആയിരുന്നിരിക്കാം, യുനോ. സോ അപ്പോൾ തിരിച്ച് ആ റിലേഷൻഷിപ്പിൽ കിട്ടാതെ പോയതൊക്കെ ഇനി വരുന്ന റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പോൾ അത് കണക്ട് ചെയ്ത് വയ്ക്കാനുള്ള എല്ലാ ചാൻസസ് വരുന്നുണ്ട്. വേണമെന്ന് ചെയ്യുന്നതല്ല, പറ്റിപ്പോകുന്നതാണ്. സോ ഹൗ ഡു വി ഹെൽപ്പ് പീപ്പിൾ ഹൂ ആർ നോട്ട് ഏബിൾ ടു എൻടാങ്കിൾ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഇതൊക്കെ കൂടെ വലുതായി ഭയങ്കരമായിട്ട് വരുമ്പോൾ, ത്രെട്ട് എന്ന് വരുമ്പം വി ഹാവ് ടു ഗോ ക്ലോസ്. നമുക്ക് അവിടെ സിപ്പ്, യുനോ, റീസണിങ് ബ്രെയിനിൽ നിന്ന് ഉപദേശവും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്, ബിക്കോസ് അതല്ല അവർ സീക്ക് ചെയ്യുന്ന സെക്കൻഡ് ലെവലിൽ എന്നല്ലേ പറഞ്ഞ, യു മെൻഷൻ ദ അമിഗ്ഡല. സോ വാട്ട് ആർ ദേ സീക്കിങ്? കണക്ഷൻ, റിലേഷൻഷിപ്പ്. സോ നമ്മുടെ ഈ 3 ലെവലിൽ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് വൺ റെഗുലേഷൻ, ആർ, അല്ലെങ്കിൽ കാമിനെക്കാട്ടിലും ബെറ്റർ വേർഡ് ഇസ് റെഗുലേഷൻ. സെക്കൻഡ് ഇസ് കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് റീസൺ അല്ലെങ്കിൽ കോഓപ്പറേഷൻ. സോ നമുക്കിതിനെ ആർ എന്നും പറയാം, സി എന്നും പറയാമെങ്കിൽ നമ്മൾ ഈ നടുക്കത്തെ ആർ, വിച്ച് ഇസ് റിലേഷൻഷിപ്പ് ആൻഡ് കണക്ഷനിലാണ് അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾ. അത് പണ്ട് കിട്ടിയിട്ടില്ല, അത് ഇപ്പോഴത്തേലും, അത് കാരണം ആ പണ്ടത്തെ കണക്ഷൻ ഗ്യാപ്സ്, ഹ്യൂജ് ഗ്യാപ്സ് ഇപ്പോഴത്തേതിലേക്ക് ഒന്നുകിൽ ക്ലിങ്ങി ആയിട്ട് വരാൻ അങ്ങ് പിടിച്ച് വെക്കുന്നത് പോലെ, ബിക്കോസ് പണ്ടത്തെ അനുഭവം
അനുഭവങ്ങൾ പോവോന്നാണ്. അബാൻഡൻമെൻറ്റ്, റിജക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത് പിടിച്ച് വെക്കുന്നതാവാം, വിച്ച് ഇസ് വെരി വെരി ആങ്ഷ്യസ്. അയ്യോ, വിൽ ദേ ഗോ, വിൽ ദേ ലീവ് മീ, ആർ ദേ ചീറ്റിംഗ് ഓൺ മീ, അങ്ങനെയൊക്കെ ആവാം. അല്ലെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ തള്ളിക്കളയും, വേണ്ട വേണ്ട, വന്നു കഴിയുമ്പോൾ ഇല്ലില്ല, ദിസ് ഇസ് ഓൾ ഫേക്ക്, ആൻഡ് പുഷിങ് ആൻഡ് പുഷിങ് ആൻഡ് പുള്ളിങ് ആൻഡ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ്. അവിടെ ആകെപ്പാടെ റിലേഷൻഷിപ്പിലും കണക്ഷനിലും കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അവിടെ നിന്ന് ആങ്സൈറ്റി കാണുന്ന ആളാണെങ്കിൽ, വാട്ട് ക്യാൻ വി ഡു? നമ്മൾ അവിടെ റീസണിങ് ബ്രെയിനിലിരുന്ന് ഇതൊക്കെ ഇങ്ങനെയല്ല, ഇതിങ്ങനെയല്ലേ, അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ നോ, വി ആർ ഡിസ്കണക്റ്റിംഗ് ഫ്രം ദം. വി ആർ സ്റ്റേയിങ് അറ്റ് ദ റീസണിങ് ബ്രെയിൻ ആൻഡ് ദേ ആർ സീക്കിംഗ് റിലേഷൻഷിപ്പ്. വി ഹാവ് ടു, അവരെവിടെയാണോ അവിടെ നിന്നേ നമുക്ക് അവരെ പോയി സഹായിക്കാൻ പറ്റുള്ളൂ. കണക്ട് വിത്ത് ദ പേഴ്സൺ. ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, കമ്മിങ് ബാക്ക് ടു മൈ പൂച്ചക്കുട്ടി എക്സാമ്പിൾ, ഹീസ് ഹിയർ റോമിങ് അറൗണ്ട്. ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നു, രാത്രി മുഴുവൻ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വേദന എടുക്കും. ഹീസ് വെരി ഇറിറ്റേറ്റഡ് വിത്ത് ദാറ്റ് കോൺ. എനിക്ക് സങ്കടം വരുന്നുണ്ട്, പക്ഷേ എനിക്ക് അത് ഊരി കൊടുക്കാൻ പറ്റുമോ? ഐ കനോട്ട് പ്രൊട്ടക്റ്റിംഗ്. പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ് ഞാനത് ഊരി കൊടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് ഹി വിൽ ലിക്ക് ഹിസ് വൂണ്ട് ആൻഡ് ഹി വിൽ ബി മോർ സ്ട്രഗ്ലിംഗ്. സോ വാട്ട് ക്യാൻ ഐ ഡു? ഐ ക്യാൻ ഗോ ക്ലോസ്. അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ആങ്സൈറ്റിയും എൻ്റെ സങ്കടവും എൻ്റെ പേടിയും ഇത് വെച്ചിട്ട് പതുക്കെ കോളിംഗ് ദ നെയിം ഓഫ് മൈ ക്യാറ്റ്, കാഷ്യൂ എന്നാണ് പേര്. സോ ഐ വിൽ സേ കാഷ്യൂ ആൻഡ് വാട്ട് എവർ. സെയിം തിങ് ഫോർ ഹ്യൂമൻസ്, ബിക്കോസ് എനിക്ക് ഈ ആങ്സൈറ്റീസിൽ ഒരു വ്യത്യാസവും തോന്നുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ദ സെയിം. എവറിബഡി ഈസ് സീക്കിംഗ് എ കണക്ഷൻ, ഇല്ലേ? അടുത്തേക്ക് പോയി പതുക്കെ പെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കരച്ചിലിൻ്റെ ആ ഒരു ആംഗ്രി ക്രൈ പതുക്കെ മാറി തണുത്ത് വന്നു. ഞാൻ ഒന്നും മിഡിൽ, ഐ ജസ്റ്റ് കെപ് സേയിങ്, അമ്മയുടെ കാഷ്യൂ അല്ലേ, മമ്മ അവിടെ ഉണ്ട്, വി ആർ ദേർ ഫോർ യു. യെസ്, ഇറ്റ് ഇസ് പെയിൻഫുൾ. കോൺ വയ്ക്കണം, ഇഷ്ടമല്ല എന്നറിയാം. സോ റിമെമ്പർ, നമ്മളുടെ അവോയ്ഡ് പറഞ്ഞതുപോലെ തന്നെ അക്സെപ്റ്റിംഗ് ദാറ്റ് യെസ്, ദിസ് ഇസ് ഇൻക്രെഡിബ്ലി പെയിൻഫുൾ. യെസ്, ഇറ്റ് ഇസ്, യു ഹാവ് ടു ഡീൽ വിത്ത് ദിസ് ഫോർ 5-7 days. അങ്ങനെ പറഞ്ഞ് കഴിക്കുന്നില്ലായിരുന്നില്ല, ഭക്ഷണം ഒന്നും കഴിച്ചില്ല. ഞാൻ കൈ കൊണ്ട് വെച്ചപ്പോഴേക്കും തട്ടിക്കളഞ്ഞ് മാറ്റി. ഇത് വെരി വെരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷേ all I did is the entire day I kept talking. എപ്പോഴാണോ എനിക്ക് എൻ്റെ എനർജി പോകണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തു, ഞാനൊന്നും മിണ്ടില്ല. ഹി കെപ്റ്റ് ക്രൈങ്. ഞാൻ വെച്ച് ഓക്കെ, കരഞ്ഞോട്ടെ, ആയില്ല. പക്ഷേ ഐ ഡിഡ് നോട്ട് ഗെറ്റ് ആംഗ്രി. എന്തിനാ എത്ര നേരം കരഞ്ഞോട്ടെ, മിണ്ടായിരുന്നോടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ഡിസ്കംഫർട്ടിങ് ഫോർ the other person. In this case, ഞാൻ ഈ എക്സാമ്പിൾ cat എന്ന് പറഞ്ഞാണ്, because I don't want to assume what context you are talking about, Joshua. So whether it is person or whoever, another being, living being ആണെങ്കിൽ anxiety ഉണ്ടാവും. Okay, so for me, coming back to the terminologies of amygdala, anxiety and exposure therapy, exposure to me is just awareness. പതുക്കെ അവെയർ ആക്കുക. അപ്പോൾ പതുക്കെ ഇപ്പോൾ കോൺ അവിടെ ഉണ്ട്, ലൈക്ക് പിന്നെ ബീയിങ് അവെയർ ദാറ്റ് യെസ് ദിസ് ഇസ് ദ, ബട്ട് ഇറ്റ്സ് എ വെരി 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 സ്ലോ പ്രോസസ്. പതുക്കെ നമുക്കതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, ഇപ്പം ഫോർ ഹ്യൂമൻ ബീയിങ്സ് വി നീഡ് ടു ജെൻറ്റ്ലി, ആഫ്റ്റർ വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഈ റിലേഷൻഷിപ്പും കണക്ഷൻസും, ഐ ആം വിത്ത് യു ഇൻ ദിസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് റീസണിലേക്ക് പോവാം. വേറിൻ വി സ്റ്റാർട്ട് ആസ്കിങ്, സോ വാട്ട് ആർ യു തിങ്കിങ് ഹിയർ, എന്താ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിച്ച്. അപ്പോൾ അവിടെ നമുക്ക് ഐ തോട്ട് എന്ന് പറഞ്ഞ, ഓർ വാട്ട് ഡിഡ് യു ഫീൽ ഹിയർ, ഈ ഫീലിങ്സും തിങ്കിങ്ങും പതുക്കെ സോർട്ട് ഔട്ട് ചെയ്യുക. ഇതെല്ലാം കൂടെ വികാരങ്ങളും ചിന്തകളും പഴയ മെമ്മറീസിനെ പറ്റിയുള്ള ചിന്തകളും ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തകളും എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുക. നമ്മളിത് പതുക്കെ സോർട്ട് ചെയ്ത്, ഓക്കെ ദിസ് ഇസ് ഫ്രം, ഈ തോട്ട് പാസ്റ്റിലേക്കാണ്, ഈ തോട്ട് ഫ്യൂച്ചറിലേക്കാണ്, ഇതൊരു വികാരമാണ്, ഇതിപ്പോൾ പ്രസൻ്റ് ആണ്. ഇത് സോർട്ട് ചെയ്യാനായിട്ട് വി ഹാവ് ടു ടേക്ക് ദം ത്രൂ ജെൻറ്റിൽ കോൺവെർസേഷൻ. ജെൻറ്റിൽ. എപ്പോഴാണോ നമ്മളുടെ പേസ് കൂടി പോകണേ നമുക്ക് പിടികിട്ടും. ദേ വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഒരു ഡിസ്കണക്ഷൻ അവിടെ ഫീൽ ചെയ്യുമ്പോൾ വി ഹാവ് ടു സ്ലോ ഡൗൺ. സോ ദിസ് യെസ് ക്യാൻ ബി ഡൺ വിത്ത് ട്രെയിനിങ് ത്രൂ കൺസൾട്ടേഷൻസ് ആൻഡ് തെറപ്പി. എന്നല്ല ഈ എന്താ പറയുക, എഡ്യൂക്കേഷണൽ സെഷൻസ്. എനിക്കിത് എഡ്യൂക്കേഷണൽ ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ പഠിക്കണം. ഓൾ ഓഫ് us ഷുഡ് ലേൺ ദീസ് സ്കിൽസ്. ഇത് ഒരു ഡിസോർഡറോ ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോഴൊന്നും അല്ല നമുക്കിത്. നമുക്ക് ലൈഫ് സ്കിൽസാണ് ഇതൊക്കെ നമുക്ക് അറിയേണ്ടത്, ബിക്കോസ് വി ഓൾ ഗോയിങ് ത്രൂ ദിസ്, ഓൾ ഓഫ് us. So I hope I have briefly answered this, because how do we navigate this conversations എന്നുള്ളത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ജോഷുവ ചോദിച്ച കോണ്ടെക്സ്റ്റ് എന്താണോ, ആരാണോ, അത് നാവിഗേറ്റ് ചെയ്യൽ will be very very specific to what the problem you are seeking. പക്ഷേ it is possible. പക്ഷേ the main thing is
ഏത് ബ്രെയിനിൽ നിന്ന് ആങ്സൈറ്റി ആണെങ്കിലും എക്സ്പോസ് ചെയ്യേണ്ടത് ഇസ് ആഫ്റ്റർ വി കണക്ട്. ഒരാൾ കൂടെ വേണം, അല്ലാണ്ട് പെട്ടെന്ന് വന്ന് എക്സ്പോസ് ചെയ്ത് എന്നാ പിടിച്ചോ എല്ലാ ആങ്സൈറ്റിയും കൂടെ അവിടെ യു ഡീൽ വിത്ത്. ദാറ്റ് ഇസ് നോട്ട് വാട്ട് വി മീൻ ബൈ എക്സ്പോഷർ തെറപ്പി. ഇറ്റ്സ് എ വെരി ജെൻറ്റിൽ സ്ലോലി ആയിട്ട് ഡീസെൻസിറ്റൈസ് വിത്ത് അസ്. നമ്മൾ സൈക്കിൾ ബാലൻസ് ഒക്കെ പഠിക്കുന്ന പോലെ ആദ്യം നമ്മൾ പിന്നാലെ പിടിച്ചുകൊണ്ട് ഓടും, പിന്നെ പതുക്കെ കൈ രണ്ട് സൈഡിലും ഇതുണ്ടാവും, പതുക്കെ ഒരെണ്ണം എടുക്കും, ഇടയ്ക്കിടയ്ക്ക് വീഴും, അപ്പം നമ്മൾ പിന്നെ ചെയ്യും. സോ ഇറ്റ്സ് എ സ്കിൽ, വി ആർ ലേണിംഗ് എ സ്കിൽ ടു ഹെൽപ്പ് അവർ ബ്രെയിൻ ഓർ അവർ നെർവസ് സിസ്റ്റം ടു റെഗുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഉപ്സ് ഇതൊരു ത്രെട്ടല്ല, ഐ ക്യാൻ റെഗുലേറ്റ് മൈസെൽഫ്. അവർക്ക് ആ തന്നെത്താനെ സെൽഫ് റെഗുലേഷൻ എന്നുള്ള സ്കില്ല് പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ചിലപ്പോൾ കോ റെഗുലേഷൻ വേണ്ടി വരും. കമ്പനി ഒരു കോ റെഗുലേറ്റർ വേണ്ടി വരും. വൈ? ബിക്കോസ് കുട്ടിക്കാലത്ത് അവർക്കത് കിട്ടിയിട്ടില്ല എങ്കിൽ അഡൾട്ട് ലൈഫിൽ ദേ വിൽ സീക്ക് കോ റെഗുലേഷൻ. അത് ശരിയോ തെറ്റോ എന്ന് വെച്ചാൽ it's not about right and wrong. It happened, life happened. So some of us need help. I think most of us need help. So let's use these terminologies. Certainly use it, no problem. പക്ഷേ let's understand and simplify it, and നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റണം, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ പിടികിട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയ വലിയ റോക്കറ്റ് സയൻസേ അല്ല. ഓക്കെ, സോ താങ്ക് യു അഗൈൻ ജോഷ്വ ഫോർ ദോസ് കമൻറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞതിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അയ്യോ ഇതൊന്നും അല്ല ഞാൻ ചോദിച്ച വാട്ട് ആർ യു സേയിങ് സീമ എന്നാണെങ്കിൽ പ്ലീസ് ആസ്ക് മീ അഗൈൻ. അത് കറക്റ്റ് ചെയ്യുക, ഒന്നും കൂടെ ചോദ്യം ചോദിക്കുക, ഇനിയും ചോദ്യം ചോദിക്കുക. ബിക്കോസ് ഓൺലി ത്രൂ conversations and asking questions are we all learning. ഞാനും പഠിക്കും, നമ്മളെല്ലാവരും പഠിക്കും. So let's learn together, and for that thank you again for watching. Like, share and subscribe. Thank you very much.